God once told me that the greatest contribution one can make to society is to not hide the secret of their success, prosperity, and the true sources of wealth flow. This inspired me to write my book, The God and I. My book wouldn't be complete if I forget the people who paved my path. Yes, I couldn't have become a successful individual without acknowledging the messengers sent by God to guide me in my transformation. This is my autograph. ഹലോ ഐ എം ദസ്തകീർ കബീർ. സിറോൺ സൊല്യൂഷൻസ് കമ്പനിയുടെ ഡയറക്ടറാണ്, CEO ആണ്. അതിനു മുമ്പ് റിവർ സ്കൂൾ ഓഫ് ലാംഗ്വേജ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫൗണ്ടറാണ്, വൈൻ എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ എനിക്ക് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഏകദേശം 20,000 എബോ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഒരുപാട് കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അങ്ങനെ ഞാനായി മാറുന്നതിന് മുമ്പ് ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു കുട്ടിയായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ ജീവിതത്തിൽ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാറണമെന്ന് ഒരുപാട് തവണ ആലോചിച്ചപ്പോഴും എനിക്ക് മുമ്പിലേക്ക് മാറ്റത്തിൻ്റെ ഒരു വെളിച്ചം പോലും ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരായി എൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നു. അതെ, ഇന്ന് ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാകുന്നതിന് പിന്നിൽ ഒരു അധ്യാപകൻ്റെ കോൺട്രിബ്യൂഷൻ കൂടിയുണ്ട്. എന്നെ ക്യാമ്പസിൽ വെച്ച് പഠിക്കാത്തതിൻ്റെ പേരിൽ, അലസനായ എന്നെ ബഹളം വെച്ചതിൻ്റെ പേരിൽ പുറത്താക്കുകയും പിന്നീട് അതേ മനുഷ്യൻ എൻ്റെ പിന്നാലെ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി എന്നെ പഠിപ്പിക്കുകയും ഇന്ന് ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്ന് ഒരു സർട്ടിഫൈഡ് ഫാക്കൽറ്റിയായിട്ട് മാറാൻ എന്നെ സഹായിക്കുകയും ചെയ്ത ഡോക്ടർ KP ജേക്കൻസ് സാറിനൊപ്പമുള്ള എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ ക്യാപ്ചർ ചെയ്തെടുത്തത്. അദ്ദേഹത്തോട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം എനിക്ക് തന്ന മറുപടികൾ ഞാൻ നിങ്ങളെയും കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദ ഗോഡ് ആൻഡ് ഐ എന്ന പുസ്തകത്തിൻ്റെ ആമുഖമായി ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അധ്യാപകരുടെ വാക്കുകൾ നിങ്ങൾക്കും കേൾക്കാം. വെൽക്കം. ഈ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പടികളിൽ വിദ്യാർത്ഥിയായിട്ടിരുന്നുണ്ട്. ഇപ്പോൾ സാറിനോടൊപ്പം ഇരിക്കുകയാണ്. ഈ വഴികളിലൂടെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ വന്നതും പോയതും. നമ്മളും ഒരു മികച്ച അധ്യാപകനാണ് സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ട മികച്ച അധ്യാപകരിൽ ഒരാളാണ്. ഒരുപാട് പൊസിഷനുകൾ സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലഘട്ടത്തിലെ സാറിൻ്റെ അനുഭവ ജീവിതത്തിൽ നിന്ന് സാറ് പഠിച്ച ഒരു കാര്യമാണ് ഞാൻ സാറിന് ചോദിക്കാൻ പോകുന്നത്. സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു നല്ല അധ്യാപകൻ എന്നത് അധ്യാപനം കേവലം ഒരു ജോലിയല്ല, മറിച്ച് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്, ഒരു സമൂഹത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ് എന്ന് തിരിച്ചറിയുന്നു അന്നാണ് ഒരു സാധാരണ അധ്യാപകൻ ഒരു മികച്ച അധ്യാപകൻ. ഒരു അധ്യാപനം എന്താണെന്ന് മനസ്സിലായി വിദ്യാർത്ഥിയെ സ്വാധീനിച്ച് തുടങ്ങുമ്പോഴും ആണ് ഒരു അധ്യാപകന് മനസ്സിലാവുന്നത് അധ്യാപകന് പുറത്തു പോകാനുള്ള സമയമായി കഴിഞ്ഞു. അതൊരു വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഒരു നല്ല അധ്യാപകൻ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായൊരു നിമിഷമാണ് എനിക്ക്. ഒരിക്കലും ഇവിടെ വന്ന് ഇങ്ങനെ എന്നെ പഠിപ്പിച്ച അധ്യാപകനെ ഇൻ്റർവ്യൂ ചെയ്യാനൊരു ചാൻസ് കിട്ടുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷയില്ല. ബട്ട് ഗോഡ് ഗേവ് us a wonderful opportunity. ഈ വഴികളിലൂടെയാണ് ഞാൻ പഠിക്കാൻ വന്നത്. ഈ വഴികളിലൂടെയാണ് സാർ നിങ്ങളെ പഠിപ്പിക്കാനെത്തിയത്. ഒരു ലോങ് ജേർണി. ദസ്തകീർ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ വളരെ പരമമായ സത്യവും. അതായത് ഇതൊരു വലിയ യാത്രയാണ്. ഈ വഴികളിൽ കൂടെ തന്നെയാണ് ഞാനും സഞ്ചരിച്ചത്. ഈ ക്ലാസ് റൂമുകളിൽ ഇരുന്നിട്ട് ഇവിടെ ഈ കലാലയത്തിലേക്ക് അധ്യാപകനായി കടന്നു വന്നിട്ട് അധ്യാപനത്തിലൂടെ കടന്നുപോയി ഞാൻ പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കടന്നു വന്ന ഞാനല്ല പുറത്തിറങ്ങുമ്പോൾ ഇതൊരു വലിയ ഒരു മാറ്റം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ മാറ്റത്തിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. ഒരു ഗ്രീക്ക് ഫിലോസഫർ ഹെറാക്ലിറ്റസ് പറഞ്ഞ ഒരു വളരെ പ്രസിദ്ധമായ ഒരു വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഇതൊരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നദി പോലെയാണ് നമ്മുടെ ഈ ഒരു യാത്ര. അദ്ദേഹം പറഞ്ഞ വരികൾ എന്താണെന്ന് വെച്ചാൽ യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു ദ സെയിം റിവർ ട്വൈസ്. അപ്പം നമ്മളൊരു നദിയിലേക്ക് കടക്കുമ്പോൾ ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദി മാറുകയാണ്, ആ കടക്കുന്ന ആൾ മാറുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ യാത്രയിൽ തുടങ്ങുന്ന നമ്മളല്ല യാത്രയുടെ അവസാനം വെച്ചത്. പഠിച്ചുകൊണ്ടേയിരിക്കും. അധ്യാപകൻ മാറിക്കൊണ്ടേയിരിക്കും. അധ്യാപകനായി ലോങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്
ആ അനുഭവ സമ്പത്തിന് ശേഷം ഒരു വ്യക്തി അധ്യാപകനായി ഈ കലാലയം വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസറ്റ്സ് ആസ് എ ടീച്ചർ ട്രാൻസ്ഫോർമേഷൻ? വളരെ വളരെ നല്ല ചോദ്യമാണ്. എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ കടന്നു വന്ന് ഇരുത്തം വന്ന് ഒരു പക്വതയോടെ കടന്നു പോകുന്ന സമയത്ത് ആ അധ്യാപകന് മനസ്സിലാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന മിടുക്കനായ വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അധ്യാപകൻ്റെ ആവശ്യം കുറവാണ്. ആ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി പഠിക്കും. മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരുപാട് അയാളെ പ്രചോദനങ്ങൾ കിട്ടി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾക്ക് ചെറിയ തട്ടും തലോടലും അയാൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് ആ അധ്യാപകന് കൊടുക്കേണ്ടത്. ലീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഗൈഡ് ചെയ്താൽ മതി. അതെ, ഗൈഡ് ചെയ്തു. പക്ഷേ നടുക്കും പുറകിലും ഇരിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പുറകിൽ ഇരിക്കാൻ നിർബന്ധിതരാവുകയും പലപ്പോഴും ക്ലാസ് മുറികളിൽ കാണാതാവുകയും രാവിലെ ക്ലാസ് മുറികളിൽ വന്നിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോവുകയും തലേ ദിവസം പണിയെടുത്തിട്ട് രാവിലെ ഉറങ്ങാതെ വന്നിരുന്നിട്ട് ക്ലാസ്സിൽ ഉറങ്ങിപ്പോവുകയും അധ്യാപകൻ്റെ വഴക്ക് അറിയാതെ കേൾക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്, കഴിവുകൾ ഉള്ള വിദ്യാർത്ഥി. ഈ വിദ്യാർത്ഥിയെ കണ്ടെത്തി അയാളെ പൊക്കിയെടുത്ത് അയാളെയും സമൂഹത്തിൽ ഒരു വലിയൊരു നിലയിലെത്തിക്കുന്നതാണ് ശരിക്കും ഒരു അധ്യാപകൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടതും കേട്ടതും ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമല്ല. 22 വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സൂക്ഷിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. അതെ, ചിലർ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലായിരിക്കുന്ന സമയത്ത് നമ്മളെ തിരഞ്ഞു പിടിച്ച് നമ്മളെ വലിയ മഹാന്മാരാക്കി കടന്നു പോകും. അവർക്ക് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. തിരക്കിനിടയിൽ നമ്മളെ ചിലപ്പോൾ അവർ മറന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അവരെ മറക്കാൻ പാടില്ല. നമ്മളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ ഏതൊരു വ്യക്തിയെയും നമ്മൾ തിരഞ്ഞു പിടിച്ച് നന്ദി രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. അതാണ് എൻ്റെ ദൈവം എന്നോട് പഠിപ്പിച്ച ആദ്യ പാഠം. എൻ്റെ പുസ്തകമായ ദ ഗോഡ് ആൻഡ് ഡേയിലേക്ക് ആമുഖങ്ങൾ എഴുതി ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ അധ്യാപകരെ മറക്കാതെ കാണണമെന്നും കണ്ടുമുട്ടി സംസാരിക്കണമെന്നും ഞാൻ ആഗ്രഹിച്ചു. അതിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായ ഡോക്ടർ KP ജേക്കബ് സാറിൽ തന്നെ തുടങ്ങാനുള്ള അവസരം കിട്ടി. താങ്ക് യു സർ, ഇൻവെസ്റ്റിംഗ് വിത്ത് മീ യുവർ വാല്യുബിൾ ടൈം. ഒരുപാട് കാര്യങ്ങൾ സാറിന് ഇനിയും ചെയ്യാനുണ്ട്. മുമ്പിലേക്ക് പോവുക. താങ്ക് യു.